അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാൻ എല്ലില്ലാത്ത 400 ഗ്രാം ചിക്കൻ കഷ്ണങ്ങൾ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒറിഗാനോ 1 ടീസ്പൂൺ ചേർക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതിലേക്ക് സോയ സോസ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. സോയ സോസിലും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലൊക്കെ ഉപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മയോണൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മയോണൈസാണ്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് കെച്ചപ്പും കൂടി ചേർക്കാം. ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചതച്ച മുളക് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡർ ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ തേനാണ്. നമ്മൾ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, മയോണൈസിലും കെച്ചപ്പിലും ഒക്കെ ഉപ്പുണ്ടല്ലോ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോസ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ ഇടാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒട്ടും തരിയൊന്നും ഇല്ലാത്ത വറുത്ത പച്ചരിപ്പൊടി ഉണ്ടല്ലോ, ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി എടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പും കുരുമുളക് പൊടിയും മാവിൻ്റെയും കോൺഫ്ലവറിൻ്റെയും എല്ലാ ഭാഗത്തും എത്തണം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മൾ ചിക്കൻ കഷ്ണങ്ങൾ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുക്കുക. ഇനി ഈ ചിക്കൻ കഷ്ണം നമ്മൾ തയ്യാറാക്കിയ മാവിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഒന്ന് കോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിൽ ഡബിൾ കോട്ടിംഗ് ആണ് കൊടുക്കുന്നത്. തണുത്ത വെള്ളത്തിലിടാം. തണുത്ത വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും എടുക്കുക. വീണ്ടും നമ്മൾ മൈദയിലിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള ചിക്കൻ കഷ്ണങ്ങളും ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കുക. ഡബിൾ കോട്ടിംഗ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ചെറിയ ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നല്ലോണം മൊരിഞ്ഞ് ഒരു ഗോൾഡൻ നിറാവണം. ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഒരു 7-8 മിനിറ്റൊക്കെ ആയപ്പോൾ ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ നിറായിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ അതാ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയിരിക്കുന്നത് ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ചിക്കൻ കഷ്ണങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ 2ആയിട്ട് മുറിച്ചിടുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ തയ്യാറാക്കി വെച്ച സോസാണ്. ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നമ്മൾ നീളത്തിലരിഞ്ഞ ക്യാബേജും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
പുറത്തുനിന്ന് നമ്മളിത് വാങ്ങി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വില കൊടുത്ത് വാങ്ങേണ്ടി വരും. വീട്ടിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു റാപ്പാണ്. ടൊട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇത് കേക്കൊക്കെ വിൽക്കുന്ന കടകളിൽ വാങ്ങാൻ കിട്ടും. ഇതില്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചപ്പാത്തി എടുത്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ മൈദ നമ്മൾ ചപ്പാത്തി പോലെ കുഴച്ച് ഉരുട്ടിയെടുത്തിട്ട് ചുട്ടെടുത്താലും മതി. അപ്പോൾ ഒരു ഷീറ്റ് ഇതായി എടുത്തിട്ടുണ്ട്. ഇനി രണ്ടായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്യുക. വീണ്ടും ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് കോൺ ഷേപ്പിലാക്കാം. കട്ട് ചെയ്തെടുത്ത ഷീറ്റ് ഇതുപോലെ കോൺ ഷേപ്പിലാക്കുക. എന്നിട്ട് ഇവിടെ ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി കൊടുക്കുക. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ദാ കോണൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി എടുത്ത കോൺ ഒന്ന് ചൂടാക്കി ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ചൂടാക്കുക. ചൂടായതിന് ശേഷം എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓരോ കോണായിട്ട് വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു വിട്ട് ഒന്ന് മൊരിച്ചെടുക്കാം. രണ്ട് ബാച്ചായിട്ട് ഇട്ട് കൊടുത്ത് മൊരിച്ചെടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒരു വശം ഒന്ന് ചൂടായി മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. നല്ലോണം ചൂടായി കളർന്ന് മാറുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് എല്ലായിടവും ഒന്ന് മൊരിച്ചെടുക്കണം. രണ്ട് വശവും ഇതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് എടുത്ത് മാറ്റാം. അപ്പോൾ ഇനി ചൂടാക്കിയ ഒരു കോൺ എടുക്കുക. ഇതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് മല്ലിയില ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ്റെ ഫില്ലിങ് നിറച്ച് കൊടുക്കുക. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്